11 ഡേയ്സ് എനർജി ചലഞ്ചിൻ്റെ ഡേ 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി ഒരു 2 ദിവസം കൂടെ ഉള്ളൂ. ഇത്രയും ദിവസത്തെ ഈ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം എനർജി ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നാൾ വന്നു, ഇത്രയും നാളത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് നമ്മൾ ഇത്രയും നാൾ ലൈഫ് ജീവിച്ചു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സിൽ നിന്നുണ്ടായിട്ടുള്ള ലേണിങ്സ് എന്തൊക്കെയാണ്? 5 ലെസൺസ് ദാറ്റ് യു ഹാവ് ലേൺഡ് ഫ്രം യുവർ ഫെയിലിയേഴ്സ്. നമുക്ക് നിറയെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ചിലപ്പോൾ ബിസിനസ്സിൽ തോറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില എക്സാംസിൽ, അല്ലെങ്കിൽ ചില കോമ്പറ്റീഷൻ ടെസ്റ്റിൽ, ഇൻ്റർവ്യൂസിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ വേറെ കുറേ സംഭവങ്ങൾ നമ്മൾ തീരുമാനം എടുക്കേണ്ടടുത്ത് നമ്മൾ ഫെയിലിയർ ആയിട്ട്, ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം വാട്ട് ആർ ദ ലേണിങ്സ് 5 എണ്ണം മിനിമം എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ ഫസ്റ്റ്. 5 ലേണിങ്സ് ദാറ്റ് യു ഹാവ് ലേൺഡ് ഫ്രം യുവർ ഫെയിലിയേഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഐ ആം എഴുതിയും കൊണ്ട്, ഐ ആം എന്ന് സ്റ്റാർട്ട് ചെയ്തും കൊണ്ടിട്ടുള്ള ഒരു 5 അഫർമേഷൻസ് എഴുതുക. ഐ ആം എന്നുകൊണ്ട് സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ളത്. ഐ ആം കോൺഫിഡൻറ്റ്, ഐ എം എനർജറ്റിക്, ഐ എം വൈബ്രൻറ്റ്, ഐ എം ബോൾഡ്, ഐ എം എന്താ പറയുക, ഐ എം ഹാവിങ്, ഐ എം റെസ്പെക്റ്റ്ഫുൾ. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ലവ് ചെയ്യുന്ന മാതിരിയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐ ആം അഫർമേഷൻസ്. ഒരു മിനിമം 5 എണ്ണം എഴുതുക, അതിലും കൂടുതൽ എഴുതാവുന്നവർക്ക് അതും എഴുതാം. അപ്പോൾ എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്യുക. ഫ്രീക്വൻസി നല്ല ഹൈ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. താങ്ക് യു.